ന്യൂ ഇയറിന് എവിടെ പോണംന്ന് ചോദിച്ചിട്ട് 2, 3 ദിവസായി ഇരിക്കുന്നതെങ്കിലും, എവിടെ പോണ്ടതെന്നുള്ളത് ഈ പോണ സമയം വരെ തീരുമാനമായിട്ടില്ലട്ടാ. എന്താണെങ്കിലും എവിടെയെങ്കിലും പോവുംന്നുള്ളത് ഉറപ്പായിരുന്നു. അങ്ങനെ അവസാനം പഞ്ചിമേരിയിലേക്ക് പോവാന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് മാളില് കേറി 2 സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. പക്ഷേ മാൾ അടയ്ക്കുംന്നുള്ളത് ഉറപ്പായിരുന്നു. എന്നാലും കേറി നോക്കാന്ന് വിചാരിച്ച് കേറി നോക്കിയതാണ് ട്ടോ. പറഞ്ഞ പോലെ തന്നെ ഒട്ടുമിക്ക ഷോപ്പുകളും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കല്ലുവിന് മീതെ പോയിട്ട് വരണംന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഒരു തവണ ഞാൻ പോയി. പിന്നെ കല്ലു ദേ റിപ്പീറ്റ് അടിക്കാൻ തുടങ്ങിട്ടോ. അങ്ങനെ ഒരുവിധം പിടിച്ചു വെച്ചു. പിന്നെ കല്ലു സ്ഥിരായിട്ട് പോകുന്ന വണ്ടിയിലിരുത്തി ഒരു റൗണ്ട് ഒന്ന് അടിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങിട്ടോ. അങ്ങനെ വണ്ടിയിൽ കയറി ഡിസ്കസ് ചെയ്തിട്ടാണ് ഡോണാപോള ബീച്ചിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചത്. അത് മീരാമ്പാർ ബീച്ചിന്റെ അടുത്ത് കൂടിയാണ് ട്ടോ പോണത്. ഡോണാപോള ബീച്ചിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്ടോ വരുന്നത്. അതിലിപ്പോ ഞങ്ങൾ പോണത് അവിടുത്തെ വ്യൂ പോയിന്റിലേക്കാണ്. പക്ഷെ അങ്ങോട്ട് എത്തണമെങ്കിൽ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറാനുണ്ട്. ഞങ്ങൾക്ക് തിരിച്ച് മീരാമാർ ബീച്ചിലേക്ക് തന്നെ പോകാനുള്ളത് കൊണ്ട് അവിടെ പോയി വരുമ്പോഴേക്കും അത്യാവശ്യം സമയം എടുക്കും. അപ്പൊ 12 മണിക്ക് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. എന്തായാലും ഇവിടെ എത്തിയിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും ഒരു ദിവസം പകല് ഞങ്ങൾ ഇവിടെ വരും എന്ന് പറഞ്ഞിട്ടാണ് ട്ടോ ഇറങ്ങിയത്. എന്നിട്ട് ദേ തിരിച്ച് മീരാമാർ ബീച്ചിലേക്ക് പോവാണ്. അവിടെ നല്ല തിരക്കായിരുന്നു ട്ടോ. അതുകൊണ്ട് കാറ് കുറേ ബാക്കിലാണ് ട്ടോ പാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാൻ കാരണം ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഇവിടുത്തെ അത്യാവശ്യം വൈബും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ട്ടോ ഇങ്ങോട്ട് തന്നെ വന്നത്. എന്നിട്ട് ദേ പറത്താൻ വേണ്ടിയിട്ട് കല്ലുവിന് ഒരു ബലൂൺ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ് ട്ടോ. പക്ഷെ പറത്തേണ്ട കാര്യം പറഞ്ഞപ്പോൾ കല്ല് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പറത്താനും ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനും വേണമെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ബീച്ചിന്റെ പകലുള്ള വ്യൂ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഒരു അത്യാവശ്യം സ്പേസും കാര്യങ്ങളുള്ള ഒരു ബീച്ചാണ് ട്ടോ ഇത്. അവിടെ ഫുള്ള് ആളുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ പേരൊക്കെ വന്നിട്ടുള്ളത് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ട്ടോ. അതുകൊണ്ട് കുറെ പേര് ഇരിക്കുന്നുണ്ട്, കുറെ പേര് നടക്കുന്നുണ്ട്. കുറച്ച് തിരക്കില്ലാത്ത ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി നിന്നു ട്ടോ. കൂടുതൽ തിരക്കുള്ള സ്ഥലത്തേക്ക് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാറിയിട്ടാണ് നിന്നത്. 12 മണി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ട്ടോ. അപ്പോഴേക്കും പൊട്ടലൊക്കെ തുടങ്ങി. പുതുവർഷത്തെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ട്ടോ വരവേൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ന്യൂ ഇയറിന് പോയത് അഞ്ജന ബീച്ചിലേക്കാണ്. ബാഗ ബീച്ചിൽ പോകണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും അവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് പോവാതിരുന്നത്. ഗോവയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതുപോലെ ന്യൂ ഇയറിനൊക്കെ പുറത്ത് പോയിട്ടുള്ളത്. നാട്ടിലാകുമ്പോൾ ന്യൂ ഇയറിന് പ്രത്യേകിച്ച് പുറത്തൊന്നും പോവാറില്ല. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ദിവസം കടന്നു പോണ പോലെയാണ് പോകുന്നത്. ഇതിപ്പോ ഈ ഒരു വൈബും കാര്യങ്ങളും നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു ന്യൂ ഇയർ എത്രത്തോളം സന്തോഷം തരുന്നതാന്നുള്ളത് നമുക്ക് പ്രത്യേകം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ പലരുടെയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷവും കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ കൊട്ടും പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തർ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് തിരക്ക് കഴിഞ്ഞിട്ടാണ് പോയത്. പിന്നെ നേരെ അവിടെ തന്നെയുള്ള ക്രെമക്സിൽ ഒന്ന് കയറി ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ചു കേട്ടോ. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല, ഒരു കോഫി മാത്രമേ കുടിച്ചുള്ളൂ. അങ്ങനെ കുറെ സമയം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ 2026 എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ.